കൊല്ലം ഇളമാട്ടിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗവും CPM ബ്രാഞ്ച് സെക്രട്ടറിയും തമ്മിൽ ഏറ്റുമുട്ടി. ലോക്കൽ കമ്മിറ്റി മെമ്പർ നിതീഷും ബ്രാഞ്ച് സെക്രട്ടറി രജീവും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത്. കുറെ നാളോട് ക്ഷമിക്കുക വേണ്ട തന്ത്രിയുടെ ആക്ഷേപിച്ചോണ്ട് അന്നെന്ത് അറിയാമോ? വീഡിയോ എടുക്കണം. ആരെല്ലാം ഞാൻ വീഡിയോ എടുക്കുന്നു. കുറെ നാളോട് ക്ഷമിക്കുക വേണ്ട തന്ത്രിയുടെ ആക്ഷേപിച്ചോണ്ട് അന്നെന്ത് ഇളമാട് ഇടത്തറപ്പാട ജംഗ്ഷനിൽ വെച്ച് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഇരുവരെ മാറ്റി നിർത്തി CPM നടപടിയെടുത്തുവെന്നാണ് വിവരം. വിനേഷ് ആയിരുന്നു. വിനേഷ്, ഇവർ തമ്മിൽ നേരത്തെ വാക്കുതർക്കമുണ്ടായിരുന്ന ആളുകളാണോ? എന്താണ് സംഭവിച്ചത്? ഇത് മാർച്ച് 26-നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇളമാട് ഇടത്തറപ്പണയിൽ വെച്ച് CPM ലോക്കൽ കമ്മിറ്റി അംഗവും CPM ബ്രാഞ്ച് സെക്രട്ടറിയും തമ്മിലാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം നിതീഷ്, അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി രജീവ് എന്നിവർ തമ്മിലുള്ള വ്യക്തിവിരോധമായിരുന്നു ഇത്തരത്തിലുള്ളൊരു നടു റോഡിൽ ഏറ്റുമുട്ടാൻ കാരണമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. സംഭവം വിവാദമായതോടെ 28-ന് കൂടി CPM ലോക്കൽ കമ്മിറ്റിയിൽ ഇരുവർക്കുമെതിരെ നടപടിയെടുക്കാൻ തീരുമാനമാവുകയും അങ്ങനെ ഏപ്രിൽ 2-ന് ഇവരെ രണ്ടുപേരെയും എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം പാർട്ടി എടുക്കുകയുമായിരുന്നു. രഞ്ജിത്ത്, ഇത് സംഭവം ഇങ്ങനെയാണ്. ഇളമാട് പുള്ളുണ്ണി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റാണ് ഈ നിതീഷ്. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ ഘോഷയാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഉത്സവ പ്ലോട്ടുകൾ കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് കുറച്ചുപേർ ഈ പ്ലോട്ട് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്ലോട്ട് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറി അവിടെ എത്തുന്നത്. അവർ തമ്മിൽ വീണ്ടും വലിയ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടർന്നുണ്ടായ ഒരു വിരോധമാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവും തമ്മിലുണ്ടായ ഒരു വിരോധം വീണ്ടും 26-ന് നടു റോഡിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു സാഹചര്യത്തിലേക്കായിരുന്നു എത്തിയത്. അങ്ങനെ നാട്ടുകാർ ഇടപെട്ട് അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നതായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ സംഭവത്തിൽ ഇവർക്കെതിരെ ഇപ്പോൾ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് രഞ്ജിത്ത്. അതുപോലെ തന്നെ ഈ ലോക്കൽ കമ്മിറ്റി അംഗമായ ഈ നിതീഷ് അയാളുടെ ഭാഗം നാട്ടുകാരെ അറിയിക്കുന്നതിനായി അയാളുടെ ഒരു വിശദീകരണത്തിന് വേണ്ടി അവിടെ ഒരു വിശദീകരണ യോഗം കഴിഞ്ഞ ദിവസം കൂടാൻ തുടങ്ങിയിരുന്നു. പക്ഷേ പോലീസ് ഇടപെടുകയും അതൊരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അതിന്റെ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും ഇവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് രഞ്ജിത്ത്. അതാണ് ഈ പാർട്ടിയുടെ നടപടി ഉണ്ടായിട്ടുണ്ട് അല്ലേ? പാർട്ടി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവമാകാം. കാരണം ഒരേ പാർട്ടിയിലെ രണ്ട് നേതാക്കൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അതെ, തീർച്ചയായും പാർട്ടിക്ക് ഇത് വലിയ ക്ഷീണം ഉണ്ടാക്കിയ സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഉടൻ തന്നെ പാർട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റിയിൽ ഇവർ ഇതിനെക്കുറിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് രണ്ടുപേരെയും ഇപ്പോൾ പാർട്ടി എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കിയ സാഹചര്യമാണുള്ളത്. രണ്ടുപേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ കുറെ ആളുകളൊക്കെ അവിടെ കൂടി നിൽക്കുന്ന കാണാം വിനീഷ്. അവരും ഈ പാർട്ടി പ്രവർത്തകർ തന്നെയാണോ? പാർട്ടി പ്രവർത്തകരുമുണ്ട്, നാട്ടുകാരുമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ നാട്ടുകാരുടെ ഒരു ഇടപെടലുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. രണ്ടുപേരെയും
അങ്ങോട്ട് രമ്യതയിലേക്ക് ഒത്തുതീർപ്പ് എന്ന രീതിയിൽ അവർ മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിൽ ഈ തെറി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. നമുക്കത് കേൾപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള തെറികൾ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് വലിയ രീതിയിൽ നാട്ടിലാകെ പ്രചരിച്ചൊരു സാഹചര്യമായിരുന്നു. നാട്ടിലെ വാട്സപ്പിലെല്ലാം പ്രചരിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഇത് പാർട്ടി ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും രണ്ടുപേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് സമീപത്തൊരു ക്ഷേത്രത്തിലെ ഒരു ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റിന്റെ ചുമതലയും കൂടി ഈ ലോക്കൽ കമ്മിറ്റി അംഗം വഹിക്കുന്നുണ്ട്. എന്നിട്ട് എന്തായാലും രണ്ടുപേർക്കുമെതിരെയുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം വന്നിരിക്കുന്നത്. ഈ പാർട്ടിക്ക് ഒരുപാട് സ്വാധീനമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്, അല്ലെ? അവിടെ ക്ഷേത്രത്തിന്റെയൊക്കെ ഭരണം ഇവർ കൈയാളുന്ന ആളുകളാണോ? അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ? തീർച്ചയായും കൊല്ലം ഇളമാടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പാർട്ടിക്ക് ഇപ്പോൾ ഡെപ്യൂട്ടി സിദ്ദിഖ് തന്നെ വളരെ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ നാട്ടുകാർക്കും ചില അമർഷങ്ങളുണ്ട്. ഇവരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഈ പൊതുനിരത്തിൽ ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തി എന്ന പാർട്ടിക്ക് നാണക്കേട് പോലെ തന്നെ നാട്ടുകാർക്ക് ഒരു നാണക്കേടിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം ഈ ദൃശ്യങ്ങളൊക്കെ ഒന്നും പറയുന്നുണ്ട്. ഇരുവരും തമ്മിൽ വലിയ രീതിയിൽ തെറി വിളിക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇത് വലിയൊരു നാണക്കേടാണ് എന്തായാലും വരുത്തിയിരിക്കുന്നത്. ഇരുവരും പാർട്ടി ഇന്നലെ ഇടപെടുകയും രണ്ടുപേർക്കുമെതിരെ നടപടിയും എടുത്തിട്ടുണ്ട്. രഞ്ജിത്ത്, എന്തായാലും ശരി. ഏതായാലും വിനേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, അതായത് ഈ ബ്രാഞ്ച് സെക്രട്ടറിയും കൊല്ലം ഇളമാട്ടിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗവും CPM ബ്രാഞ്ച് സെക്രട്ടറിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ലോക്കൽ കമ്മിറ്റി മെമ്പർ രതീഷും ബ്രാഞ്ച് സെക്രട്ടറി രജീവും തമ്മിലാണ് വാക്കേറ്റം. ഇളമാട് ഇടത്തറ പണ ജംഗ്ഷനിൽ വെച്ചാണ് ഈ സംഭവം ദൃശ്യങ്ങൾ പുറത്തു വന്നത്.